ഡോക്ടർ ആസാദ്, ഇതിപ്പോൾ ഏത് സമയത്താണ് ഈ വിവാദങ്ങൾ ഉണ്ടാകുന്നത് എന്നത് പ്രധാനമല്ലേ? ഇപ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങിയിരിക്കുന്നു, ബ്രാൻഡ് സമ്മേളനങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. ഇനി സംസ്ഥാന സമ്മേളനമാകുമ്പോഴേക്കും ഈ വിവാദം അതിൻ്റെ മൂർധന്യത്തിലേക്ക് എത്തേണ്ടത് ചിലരുടെ ആവശ്യമാണ്. അപ്പോൾ പി ശശിയാണ് ഉന്നം എന്ന രൂപത്തിലുള്ള നിഗമനങ്ങളും വരുന്നുണ്ട്. ഡോക്ടർ ആസാദിന് എന്താണ് തോന്നുന്നത്? സ്മൃതി, കേരള നിയമസഭയിലെ ഒരു ഭരണപക്ഷ MLA കേരള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഉയർന്ന ഓഫീസിനെതിരെ, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ അതിനിശിതമായൊരു വിമർശനം, വളരെ ഗൗരവതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ പിണറായി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ എങ്ങനെയാണ് ജയിലിൽ പോയത് നമുക്കറിയാം. അത് സ്വർണ്ണക്കടത്ത്, തിരുവനന്തപുരം എയർപോർട്ടുമായി ബന്ധപ്പെട്ട ഒരു സ്വർണ്ണക്കടത്തിൻ്റെ പേരിലാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പേരിലുള്ള ആരോപണം കോഴിക്കോട് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സ്വർണ്ണക്കടത്തിൽ ADGPയും SP-യും ഒക്കെ സഹായിക്കുന്ന നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. സ്വർണം എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. സ്വർണ്ണക്കടത്ത്, കള്ളക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മാത്രമല്ല, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ഓഫീസിന് പങ്കുണ്ട് എന്ന വളരെ ഗുരുതരമായൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. അതോടൊപ്പം ഇതിൻ്റെ ഭാഗമായി നടന്ന പലവിധ പ്രശ്നങ്ങൾ, കൊലപാതകങ്ങളുണ്ട്, പിന്നെ കൊള്ളകളുണ്ട്, വീതം വെക്കലുകളുണ്ട്, പലതരം പ്രശ്നങ്ങൾ ADGP ഒക്കെ പങ്കുള്ളതിന് ശശി മുകളിൽ നിന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് വളരെ ഗുരുതരമായൊരു സ്ഥിതിവിശേഷമാണ്. ഇപ്പോൾ പോലീസ് BJPയോട് ചായ്വുള്ളതാണ് എന്ന് UAPA കേരള സർക്കാർ നടപ്പാക്കില്ല എന്ന് പറഞ്ഞ കാലത്ത് അലനെയും താഴെയും അറസ്റ്റ് ചെയ്യുമ്പോൾ ഇതേ പാർട്ടി പറയേണ്ടതല്ലേ? പാർട്ടി പറയേണ്ടത് ഇത് ഞങ്ങളുടെ അജണ്ടയല്ല. അന്ന് BJP അജണ്ട നടപ്പാക്കി. വ്യാജ ഏറ്റുമുട്ടൽ കൊല, അന്ന് BJP അജണ്ട നടപ്പാക്കി. പോലീസും കേരള ഗവൺമെൻറ്, കേരളത്തിലെ ആഭ്യന്തര വകുപ്പും കേന്ദ്ര ആഭ്യന്തര വകുപ്പും ഒന്നിച്ച് നീങ്ങുന്ന കാഴ്ച പലവട്ടം നമ്മൾ കണ്ടതാണ്. ഇപ്പം അൻവർ കാണുന്നൊന്നുമല്ല. ഇത് മാത്രമാണോ? ഒരു പക്ഷേ വാളയാർ കേസിൽ പോക്സോ കേസ് ചുമത്തപ്പെടേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ IPS കൊടുക്കാൻ ശുപാർശ ചെയ്ത അവസ്ഥയിൽ വരെ എത്തിയില്ലേ ഇപ്പോൾ? ആരെങ്കിലും ഇതൊക്കെ പൊതുസമൂഹത്തിനകത്ത് പോലീസിൻ്റെ വീഴ്ചകളെപ്പറ്റി നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഭരണപക്ഷ MLA നിവൃത്തികേട് കൊണ്ട് ഇപ്പോൾ പറയുന്നു എന്ന് വേണമെങ്കിൽ കരുതാം. പക്ഷെ അങ്ങനെയാണ് നമുക്ക് കരുതാനാവില്ല. PV അൻവർ സംസാരിക്കുന്നത് കേരളത്തിലെ പാർട്ടിയിൽ മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം, നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം ഒരു ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേതെങ്കിലും ഒരു MLA ആയിരുന്നെങ്കിൽ, ഉദാഹരണത്തിന് കേരളത്തിൽ തന്നെ മറ്റൊരു MLA ഇതേപോലെ ഒരു അഴിമതിയുടെ കെട്ടടിക്കാൻ തുടങ്ങിയപ്പോൾ അത് മതി, നിർത്തിക്കൊള്ളാൻ മുഖ്യമന്ത്രി ഇടപെട്ട് പറഞ്ഞു. അദ്ദേഹം അത് അവിടെ നിർത്തി. അദ്ദേഹത്തിന് പിന്നീട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു സ്വതന്ത്ര MLA ആണ്, എന്തും പറഞ്ഞോട്ടെ എന്ന നിലപാടൊന്നും കേരളത്തിലെ മുഖ്യമന്ത്രിക്കോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഇല്ല. പക്ഷേ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഇങ്ങനെ പറയേണ്ടി വരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാരണം, സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോകുന്നു, പഞ്ചായത്ത് ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു, പാർട്ടിയിൽ ഒരു വലിയ വിഭാഗീയത ഉയർന്നു വരുന്നു. PV അൻവർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു യുദ്ധമുറയിലെ ഒരു സംഗതിയാണിത്. പുറത്തുനിന്നൊരു ആളെ കൊണ്ടുവരിക. ഇപ്പോൾ നമ്മളെ പഴയ മഹാഭാരതത്തിൽ ഇത്തരം യുദ്ധതന്ത്രങ്ങളുണ്ട്. ജയിക്കാൻ വേണ്ടി പലവിധ സംവിധാനങ്ങൾ ഉപയോഗിക്കും. ഗ്രീക്ക് പുരാണത്തിലാണെങ്കിൽ ട്രോജൻ കുതിര ഉണ്ട്. ട്രോജൻ കാണുന്ന മരക്കുതിരയല്ല, അതിനകത്ത് മറ്റൊരു പട ഒരുങ്ങിയിരിക്കുന്നുണ്ട്. PV അൻവറിനകത്ത് ഒരു വലിയ പട ഒരുങ്ങിയിരിക്കുന്നുണ്ട്. ഈ പടയുടെ ശക്തിയാണ് ഒരു പക്ഷേ അതിൽ MV ഗോവിന്ദൻ പാർട്ടിയിലെ ഈ ബലാബലത്തെപ്പറ്റി പാർട്ടി സെക്രട്ടറിക്ക് സന്ദേഹമുണ്ട്, പരാജയപ്പെടാൻ പോകുന്നു എന്ന ഭീതി പിണറായി വിജയനുണ്ട്. ഒരു പക്ഷേ അവർ തമ്മിലുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ PV അൻവർ മുഖ്യമന്ത്രിയും കൂടി കണ്ടപ്പോൾ ഞാൻ കരുതുന്നത് PV അൻവർ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ മുട്ടുമടക്കിയെന്നല്ല, തിരിച്ച് മുട്ടുമടക്കിയെന്നാണ് ഞാൻ കരുതുന്നത്. PV അൻവറിൻ്റെ മുന്നിലാണ്. കാരണം PV അൻവർ എന്നത് ഒരു സ്വതന്ത്ര MLA അല്ല. ഇത് ഇത്തരം കാര്യങ്ങളൊക്കെ സ്വരുക്കൂട്ടി വെച്ച് പാർട്ടിക്കകത്ത് വരുന്ന പുതിയൊരു പടപ്പുറപ്പാടാണ്. ഈ പടപ്പുറപ്പാടിന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള മാധ്യമ കൂട്ടായ്മകൾ അവരുണ്ടാക്കിയിട്ടുണ്ട്. MV ജയരാജൻ പറഞ്ഞല്ലോ, തോറ്റപ്പോൾ ചില അഡ്മിനുകൾ പുറത്തു വരണമെന്ന്. പല അഡ്മിനുകളും നിയന്ത്രിക്കുന്ന ഇത്തരം ആളുകളാണ്. അതിൽ ഒരു സമാന്തരമായ രാഷ്ട്രീയ ശക്തി CPM-നകത്ത് രൂപം കൊണ്ടിട്ടുണ്ട്. ഏത് പക്ഷത്ത് നിൽക്കുന്നു? ആരാണിപ്പോൾ അഴിമതിക്കെതിരെ ശബ്ദമുയർത്തുന്നത്? ശബ്ദമുയർത്താൻ PV അൻവറിനെ കൊണ്ട് അഴിമതി മാത്രമല്ല, കൊലപാതകമടക്കം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് അവിടെ ക്രമസമാധാനത്തിന് ചുമതലയിലുള്ളത് എന്ന കാര്യം പാർട്ടിക്ക് പുറത്തുള്ള ഒരു MLA കൊണ്ട് പറയിപ്പിക്കുന്നതിന് പിന്നിൽ ആരാണ്? ആർക്കെതിരെയാണ്?
അല്ല, ആരാണ് ഇതെന്തരോ നമ്മുടെ പലപ്പോഴും ഇത്തരം സംഗതികളെ നമ്മൾ നോക്കുക. ഇതിൽ ചില ആളുകളുടെ പേരുകളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ട്രോജൻ കുതിര എന്ന് പറയുന്ന അകത്താണ് പടയാളികൾ ഒളിച്ചിരിക്കുന്നത്. നമ്മളത് പ്രശ്നം വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിതിൻ്റെ ലക്ഷണം കണ്ടാൽ എന്താണ് അസുഖം, വരുന്നൊരു അസുഖം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാവുക എന്നുള്ളതാണ്. എന്നൊരു ചോദ്യമുണ്ടല്ലോ ഡോക്ടർ ആസാദ്. ഇത് മുഖ്യമന്ത്രിക്ക് നിയന്ത്രിക്കാനാകാത്ത വിധം മുഖ്യമന്ത്രിയുടെ സംവിധാനം വളർന്നിരിക്കുന്നു. അതിനെ ഒന്ന് മാറ്റിയെടുക്കാൻ മുഖ്യമന്ത്രിയും സമ്മതം മൂളുകയാണ് എന്നതാണോ താങ്കളുടെ മനസ്സിലാക്കൽ? സ്മൃതി, ഇത് കൃത്യമായും മുഖ്യമന്ത്രിക്കെതിരായുള്ള പടയൊരുക്കം തന്നെയാണ്. ആ പടയൊരുക്കത്തിൽ അൻവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്, അൻവർ തന്നെ പറയുന്ന പോലെ, കേരളത്തിലെ കോടിക്കണക്കിനായ ജനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന, അനുഭവിക്കുന്ന, ആഭ്യന്തര വകുപ്പിൽ നിന്ന് അനുഭവിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. ഒരു വാസ്തവത്തെ, ഒരു സത്യത്തെ തന്നെയാണ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അൻവർ തന്നെ നിശബ്ദനായാൽ പോലും ആ സത്യം സംസാരിച്ചു കൊണ്ടിരിക്കും. മുഖ്യമന്ത്രിക്കെതിരെ പടയൊരുങ്ങിയ ഘട്ടങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ടതല്ലേ ഡോക്ടർ ആസാദ്? അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് മുഖ്യമന്ത്രി തന്നെ എതിർക്കുന്നു നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തിന് പോലീസ് സേനയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ പോലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് പോലീസ് സേനയുടെ വീര്യം ചോർത്താൻ ആരെയും സമ്മതിക്കില്ല എന്നുള്ള പ്രതികരണം അദ്ദേഹം പരസ്യമായി തന്നെ നടത്തിയിട്ടുണ്ട്. ഇത് നോക്കൂ, 45 മിനിറ്റ് കൂടിക്കാഴ്ചയ്ക്ക് അദ്ദേഹം സമയം അനുവദിച്ചു. പറഞ്ഞത് മുഴുവൻ കേട്ടു. പോസിറ്റീവായിരുന്നു ആ കൂടിക്കാഴ്ച എന്നൊക്കെയാണ് ഇന്നലെ അൻവർ പറഞ്ഞത്. ഇന്നിപ്പോൾ ഒരു ഉറപ്പും ലഭിച്ചില്ല എന്ന് പറയുമ്പോഴും അത് പറയാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടുന്നു? അത് മുഖ്യമന്ത്രിയെ മാത്രം ലക്ഷ്യമിട്ടാണ് എന്ന് താങ്കൾ കരുതുന്നെങ്കിൽ സാധാരണഗതിയിൽ പ്രതികരിക്കുന്ന രീതിയിൽ നിന്നും മുഖ്യമന്ത്രി എന്തുകൊണ്ട് മാറുന്നു? അദ്ദേഹം ദുർബലനായി കഴിഞ്ഞു എന്നതാണോ? സ്മൃതി, ഇതൊന്ന് ശ്രദ്ധിക്കണം. സത്യത്തിൽ മുഖ്യമന്ത്രിയുടെ പല്ലും നഖവും കൊഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പഴയ മുഖ്യമന്ത്രിയുടെ രൂപം മാത്രമാണ്. സത്യത്തിൽ രാഷ്ട്രീയമായി ദുർബലമായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ദുർബലമായ അവസ്ഥയിൽ മുമ്പ് ജലീലിനോട് പറഞ്ഞ വീറൊന്നും ഇപ്പോൾ സ്വതന്ത്ര MLA പറയാനുള്ള വീറായിട്ട് നിൽക്കുന്നില്ല. സത്യത്തിൽ CPM-നകത്ത് അങ്ങനെ സ്വതന്ത്ര MLA-മാർ സ്വതന്ത്രരൊന്നുമല്ല. അവർക്ക് പാർലമെൻ്ററി ബോർഡിലെ അംഗങ്ങളാണ്. ഇവർക്ക് പാർലമെൻ്ററി ബോർഡ് എന്ന് പറയുന്ന ഘടകമുണ്ട്. ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവിടെ സംസാരിക്കണം, അതുവഴി പാർട്ടിയിൽ സംസാരിക്കണം. അങ്ങനെ ഇവർ തന്നെ കാണിക്കേണ്ട ഒരു മര്യാദ ഉണ്ടല്ലോ. പാർട്ടിയോടുള്ള വിയോജിപ്പ് പരസ്യമായി വലതുപക്ഷ മാധ്യമങ്ങളോടാണോ പറയാം? ഒരു സംഗതി വലതുപക്ഷ മാധ്യമങ്ങളോട് വിളിച്ചു പറയുന്നത് പാർട്ടി വിരുദ്ധരല്ലേ? അങ്ങനെയല്ലേ ഇവർ നമ്മളെ പഠിപ്പിച്ചത്? പാർട്ടി വിരുദ്ധരാണ് വലതുപക്ഷ മാധ്യമങ്ങളെ ആശ്രയിക്കുക. ഇപ്പം അങ്ങനെയല്ലല്ലോ. എന്തുകൊണ്ടാണ് MV ഗോവിന്ദൻ്റെ ഓഫീസിൽ പോയി തിരിച്ചു വരുമ്പോൾ ഒരു വിപ്ലവത്തിനാണ് തിരി കൊടുത്തിരിക്കുന്നത്? ആ വിപ്ലവം നടക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ വിപ്ലവം നടക്കുന്നുള്ള ഉറപ്പ് ഗോവിന്ദനിൽ നിന്നാണ് കിട്ടുന്നത്. MV ഗോവിന്ദനെ കണ്ടതിന് ശേഷം ഉറപ്പിലാണ് PV അൻവർ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായും അത് അവർക്കറിയാം. ഇത് മുഖ്യമന്ത്രിക്കെതിരായുള്ള ഒരു യുദ്ധപ്പുറപ്പാടാണ്. അതിന് കാരണങ്ങളുണ്ട്. ഇത് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മറ്റ് പല തരത്തിൽ സമീപകാലത്ത് ഇപ്പോൾ നോക്കൂ, EP ജയരാജനെ പുറത്താക്കുമ്പോൾ പറഞ്ഞെന്താ, ഒരുപാട് പ്രശ്നമുണ്ട്. ആ കൺവീനർ എന്ന സ്ഥാനത്തിന് യോജിക്കാത്ത രീതിയിലാണ് അദ്ദേഹം പെരുമാറുന്നത് എന്നുള്ള അല്ലാണ്ട് ഒരു പ്രത്യേക കാര്യം മാത്രമല്ല. അതേപോലെ തന്നെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ആ പദവിക്ക് യോജിക്കാത്ത പല പരാതികളും കുറേ കാലമായി ഉയർന്നു വരികയാണ്. അതിന് ആരാണ് പൂച്ചയ്ക്ക് മണി കെട്ടുക എന്നുള്ള ചോദ്യമായിരുന്നു. പൂച്ചയ്ക്ക് മണി കെട്ടാൻ പുറത്തുനിന്ന് ഒരാളെ കിട്ടിയപ്പോൾ അങ്ങനെ പൂച്ചയ്ക്ക് മണി കെട്ടാൻ ആളെ കിട്ടിയ സ്ഥിതിക്ക് ആ ആൾക്ക് പിറകിൽ ആളുകൾ അണിനിരക്കും, സഖാക്കൾ അണിനിരക്കും. അദ്ദേഹം താൻ സഖാവാണ് എന്ന് പറയുന്നത്, തൻ്റെ വിപ്ലവ ശക്തി എന്ന് പറയുന്നത് സഖാക്കളാണ് എന്നാണ് അതിനർത്ഥം. അസംതൃപ്തരായ സഖാക്കൾ. കഴിയുമ്പോഴേക്കും വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം എന്നത് കൂടിയാണോ താങ്കൾ കരുതുന്നത്? അല്ല, അങ്ങനെയൊന്നും പറയുന്നില്ല. കാരണം ഇതിനൊക്കെ വിലപേശലുകളുണ്ട്. ഇത് പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. വലതുപക്ഷ താല്പര്യങ്ങൾ, അതിൻ്റെ പണത്തിൻ്റെ സ്വാധീനം, പലതരം സ്വാധീനങ്ങൾ, പലയിടങ്ങളിൽ നിന്നുള്ള നിയന്ത്രണങ്ങൾ വാസ്തവത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊക്കെ മുകളിലുണ്ട്. കാലം വല്ലാതെ മാറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് ഏതൊക്കെ ഈ വിലപേശലുകൾ, ബാർഗെയിനുകൾ എവിടെ ചെന്നെത്തി നിൽക്കും, ആരൊക്കെ ഏതൊക്കെ കളങ്ങളിലേക്ക് മാറും എന്നൊന്നും ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അസംതൃപ്തിയുടെ നിഴൽ വല്ലാതെ വ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത്. അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അൻവർ പക്ഷേ ഇത് പറഞ്ഞ സമയത്ത് സഖാക്കളുടെ ഹീറോ ആയി മാറുന്നുണ്ട് ഒരു ദിവസത്തേക്കെങ്കിലും. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.